തനിക്കെതിരായ ആരോപണത്തിൽ മുൻ ഭാര്യ എലിസബത്തിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് ബാല. എലിസബത്ത് സമൂഹമാധ്യമങ്ങൾ വഴി തന്നെ തുടർച്ചയായി അപമാനിക്കുന്നുവെന്ന് കാണിച്ചാണ് പരാതി. എലിസബത്തിനെ കൂടാതെ കണ്ടന്റ് ക്രിയേറ്റർ അജു അലക്സ്, മുൻ ഭാര്യ അമൃത സുരേഷ് എന്നിവർക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട് ഇപ്പോൾ ബാല. ഇപ്പോഴിതാ തനിക്കെതിരായ പരാതിയിൽ പ്രതികരിക്കുകയാണ് അജു അലക്സ്. ചിലർ തനിക്കെതിരെ വെബ് സീരീസ് പോലെ വീഡിയോ ചെയ്യുന്നുവെന്നുള്ള ബാലയുടെ ആരോപണങ്ങൾക്കടക്കം അജു അലക്സ് മറുപടി നൽകി. അജുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബാല എലിസബത്ത് വിവാദത്തിൽ 3 വീഡിയോ ആണ് ഞാൻ ഇട്ടത്. അതിൽ തന്നെ എന്റെ വീട്ടിൽ തോക്കുമായി വന്നത് സംബന്ധിച്ച കേസിൽ ഒരു സാക്ഷിയെ കിട്ടുമ്പോൾ എനിക്ക് പറയാതിരിക്കേണ്ട കാര്യമില്ല. കോകില എലിസബത്തിനെതിരെ സംസാരിച്ചപ്പോഴും വീഡിയോ ഇട്ടു. ബാലയെപ്പറ്റി ആരും ചുമ്മാ വന്ന് പറഞ്ഞിട്ടില്ല. എനിക്കെതിരെ പറഞ്ഞപ്പോൾ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. അമൃത, എലിസബത്ത് എന്നിവർക്കെല്ലാം പ്രശ്നമുണ്ട്. കരൾ രോഗം വെച്ചുകൊണ്ട് ബാല സിമ്പതി പിടിക്കുകയാണ്. ഈ അസുഖമുള്ള സമയത്താണ് ഇയാൾ എലിസബത്തിനെ പീഡിപ്പിച്ചത്. എലിസബത്തിനെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്നത് 100% ശരിയാണ്. ശാരീരികമായും മാനസികമായും തന്നെ ബാല പീഡിപ്പിച്ചതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതായി വീഡിയോയിൽ പറയുന്നുണ്ട്. കോകിലയും ബാലയും എന്തിനാണ് എലിസബത്തിന്റെ പഴയ വിവാഹത്തെക്കുറിച്ച് പറയുന്നത്? അവരുടെ ആദ്യ വിവാഹം ഡിവോഴ്സ് ആണ്, നിയമപരമായി വേർപിരിഞ്ഞതാണ്. അതിനെ വളച്ചൊടിച്ച് അവന്റെ കൂടെ പോയി താമസിക്കൂ എന്നൊക്കെ പറഞ്ഞാണ് കോകിലെ വീഡിയോ ഇട്ടിരിക്കുന്നത്. നിനക്ക് ഭർത്താവില്ലേ, അവന്റെ കൂടെ പോയി ജീവിക്കൂ എന്നാണ് പറയുന്നത്. വിവാഹമോചനത്തിന് എന്തോ താമസം വന്നപ്പോൾ ബാലയാണ് അയാളുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ഇടപെട്ട് എലിസബത്തിനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. എന്നിട്ടാണ് ഇവൻ ഈ കള്ളം പറയുന്നത്. പുതിയ വീഡിയോയിൽ ബാല പറയുന്നത് ഒരു ഡിവോഴ്സ് നടന്നാൽ എന്താകും അവസ്ഥ, മറ്റേ ഡോക്ടറുടെ അവസ്ഥ എന്താണ് എന്നൊക്കെ. അയാൾ ഇപ്പോൾ സുഖമായി ജീവിക്കുന്നു. ബാല വിവാഹം കഴിച്ച് ഡിവോഴ്സ് ചെയ്തതുപോലെയല്ല എലിസബത്ത് ആദ്യബന്ധം പിരിഞ്ഞത്. എലിസബത്തിന്റെ മുൻ ഭർത്താവിനോ ഇവർക്കോ പ്രശ്നമില്ല. രണ്ടുപേരും ക്ലീൻ ആണ്. അതിനെക്കുറിച്ചും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാല. എലിസബത്ത് മുൻ ഭർത്താവിനെക്കുറിച്ച് എന്തെങ്കിലും വിമർശനം പറയുന്നുണ്ടോ? എലിസബത്ത് 15 വർഷമായി മരുന്ന് കഴിക്കുകയാണെന്നൊക്കെ പറയുകയാണ്. എന്ത് മരുന്നാണ് കഴിക്കുന്നത്? വ്യക്തത വേണ്ടേ പറയുമ്പോൾ? ഇത്തരത്തിൽ പറയുമ്പോൾ ആളുകൾ റിയാക്ട് ചെയ്യും, ചിലപ്പോൾ പരിഹസിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് എലിസബത്തിന്റെ വീഡിയോയിൽ യാതൊരു പരാതിയും സംവിധാനങ്ങൾ എടുക്കാത്തത്? ബാല ഇനി എവിടെയും തോക്കുമായി പോകില്ല. കാരണം ഇനിയും പോയാൽ ബാലയുടെ സാധ്യതകളൊക്കെ തീരും. ഇവന് ഇതൊക്കെ കൃത്യമായി അറിയാം. അവന് വക്കീലന്മാർ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ കേസുമായി പോയത് തന്നെ. അവൻ എന്തുകൊണ്ടാണ് കേസ് കൊടുത്തത് എന്ന് എനിക്ക് കൃത്യമായി അറിയാം. ഇവൻ രാവിലെ കേസുമായി പോകുമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞതേയുള്ളൂ. ബാല നേരിട്ട് ഇനിയൊന്നും ചെയ്യില്ല, മറ്റുള്ളവരെ വിട്ട് ചെയ്യിച്ചാലേ ഉള്ളൂ. ബാലയുമായി യാതൊരു കോംപ്രമൈസിനും ഞാൻ തയ്യാറായിട്ടില്ല, തയ്യാറാകുകയുമില്ല.